ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ നടക്കുന്നു? അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, ദൈവം ക്രൂവലാണ്, കുഞ്ഞു പിള്ളേരെ പോലും നോക്കാതെ കൊല്ലുന്നവനാണ്. എൻ്റെ ദൈവസങ്കല്പം എല്ലാം അങ്ങ് പൊളിഞ്ഞു. യേശു ദൈവമാണെന്നതിന് എന്താണ് തെളിവ്? ഒരു പുസ്തകത്തിനകത്ത് നിങ്ങൾ യേശു ദൈവമാണോ കർത്താവാണോ നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയുണ്ടായി. സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ചോദ്യങ്ങൾ, അത് പല കാറ്റഗറിയിലുള്ള വ്യക്തികളിൽ നിന്നും, വിശ്വാസമുള്ളവരിൽ നിന്നും വിശ്വാസമില്ലാത്തവരിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെ പല സാഹചര്യങ്ങളിലുള്ളവരുടെ ചോദ്യങ്ങളിലൂടെ കടന്നു പോവുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോയിലൂടെ ഒരു ഉത്തരം പറയുന്നത് ചിലപ്പോൾ അവർക്കും, അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ ഞാൻ എങ്ങനെയായിരുന്നു ആ ഒരു സ്ഥിതിയിലിരിക്കുന്ന ചിലർക്കും ഇതൊരു അനുഗ്രഹമാകുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ വിശ്വാസത്തിനെതിരെ വലിയൊരു പോരാട്ടം നടക്കുക. നമ്മൾ വിശ്വസിച്ചത് ശരിയാണോ എന്ന് തന്നെ നമുക്ക് തന്നെ സംശയം തോന്നിപ്പോകുന്ന നിലവാരത്തിൽ പല പോരാട്ടങ്ങൾ. ഞാനിത് നേരത്തെ ഏതെങ്കിലും ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു മതപ്രസ്ഥാനത്തെയോ ഉദ്ദേശിച്ചിട്ടല്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്രിസ്തു മാർഗം എന്നാണ് പറയപ്പെട്ടത്, ക്രിസ്തു മതം എന്നല്ല. നമ്മളതിനെ മതമാക്കി വെച്ചിരിക്കുന്നു എന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊരു മാർഗമാകുന്നു. ക്രിസ്തു ജീവിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ വഴിയെ നടക്കുന്ന ഒരു മാർഗം. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 99% ആളുകളും ആ ഒരു മാർഗത്തിൽ പരിപൂർണരായിട്ടില്ല, ഇൻക്ലൂഡിങ് മൈസെൽഫ്. കാരണം നാം എല്ലാം പെർഫെക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നാം എല്ലാവരും ആ പരിപൂർണതയിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു ജേണിയാണല്ലോ, ഇതൊരു ജീവിതമാണല്ലോ. അപ്പോൾ ഈ യാത്രക്കിടയിൽ ഞാൻ കേട്ട ചില ചോദ്യങ്ങളും ഞാൻ അനുഭവിച്ച ചില സത്യങ്ങളും ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഒരു ചോദ്യം, ഈ ദൈവം ഒറിജിനലാണോ, ഉണ്ടോ? ഞാൻ അതിനായിട്ട് ഇങ്ങനെ ചിന്തിക്കേണ്ടായി. ഞാൻ ആദ്യകാലങ്ങളിൽ ഒരു നിരീശ്വരവാദത്തിൻ്റെയൊക്കെ ഒരു വക്കിൽ നിന്നൊരു വ്യക്തിയായിരുന്നു. വക്കിലെന്നാണ് പറഞ്ഞത്, കാരണം വീട്ടിലെ പ്രഷർ കാരണം കുഞ്ഞായിരിക്കുമ്പോൾ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം എന്ന ഒരു ആവശ്യകതയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദത്തിൻ്റെ വക്കിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ വീട്ടുകാരെ പ്രതി ആ റിച്വൽസിലൊക്കെ പങ്കെടുക്കുക എന്നൊരവസ്ഥ. അപ്പോൾ ദൈവമുണ്ടോ എന്നത് എൻ്റെ ഒരു വലിയൊരു ചോദ്യമായിരുന്നു. ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ നടക്കുന്നു? അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു? വളരെ ആഴമേറിയ ഒരു ചിന്തയിലൂടെയൊക്കെ കടന്നു പോവുകയുണ്ടായി ഈ ഒരു ചിന്തയിൽ. അത് കാരണം തന്നെ എൻ്റെ വിശ്വാസം വളരെ ദുർബലമായും വീണു പോവുകയും ചെയ്യുന്നൊരവസ്ഥ. ഞാനത് പറയുന്ന നേരത്തെ ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നിയേക്കാം, എന്നാൽ അത് നിസ്സാരമല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അതിനെ വിശ്വസിച്ചു. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മുടെ ശരീരത്തെ തന്നെ എടുത്ത് നോക്കുക. നമ്മുടെ ഹ്യൂമൻ ബോഡി, ഈ നമ്മുടെ കണ്ണിരിക്കുന്നത് ശരീരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തിലാണ്. അതുപോലെ നമ്മുടെ കാതിരിക്കുന്നതും ഏറ്റവും ഉയർന്ന ഭാഗത്തിലാണ്. ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള കാഴ്ച ദൂരേക്ക് കാണണമെങ്കിൽ ഏറ്റവും ഉയരത്തിലായിരിക്കണം ആ കാഴ്ച, അല്ലെങ്കിൽ നല്ല കേൾക്കണമെങ്കിൽ ഉയരത്തിലായിരിക്കണം ആ കാതിരിക്കേണ്ടത്. അപ്പോൾ ഇത് അറിയുന്ന ഒരാൾ സിസ്റ്റമായിട്ട് ഉണ്ടാക്കി എന്നതാണ് എൻ്റെ ഒരു കുഞ്ഞ് ചിന്ത. ഞാനിത് പറയുന്നത് ചിലപ്പോൾ ചിലർക്കെങ്കിലുമൊക്കെ ചിരി വന്നേക്കാം. ഇതൊക്കെ വെച്ച് ദൈവം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും പല കാരണങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചിന്തയിൽ എൻ്റെ ഹ്യൂമൻ ബോഡി ഞാൻ നോക്കുന്ന നേരത്തെ തന്നെ ഇത് പെർഫെക്റ്റ്ലി പണി അറിയാവുന്ന ഒരാൾ, ഇത് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാൾ ഉണ്ടാക്കിയതുപോലെ തന്നെ ആയിരിക്കുന്നത്. രണ്ടാമത്തത്, നമ്മുടെ ഹാർട്ട് ഇരിക്കുന്ന ഭാഗങ്ങൾ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഓരോ സ്ഥലങ്ങൾ, ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇത് ചുമ്മാതെ അങ്ങനെ ആയതല്ല. ഇതിന് കൃത്യമായ ഒരു പദ്ധതിയുണ്ട്, അവിടെ ഇരിക്കുന്നതിനൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ഈ എൻ്റെ ശരീരം കണ്ടപ്പോൾ തന്നെ ഏകദേശം എനിക്ക് മനസ്സിലായി, ഏകദേശം ദൈവമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബോധ്യം വന്നു, തിരിച്ചറിവ് വന്നു. അപ്പോൾ ഇതെല്ലാവർക്കും കൺവിൻസിങ് ആവണമെന്നില്ല, എല്ലാവരെയും കൺവിൻസ് ചെയ്യാനുള്ളതും അല്ല ഈ ഒരു വീഡിയോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞ് ബുദ്ധിക്കകത്ത് എനിക്ക് പ്രകാശിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കേട്ട രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, യേശു ദൈവമാണോ? യേശു ദൈവമാണെന്നതിന് എന്താണ് തെളിവ്? എൻ്റെ അറിവ് പരിമിതമാണെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തുക. എനിക്ക് തോന്നുന്നില്ല എഴുത്തു വാചകങ്ങളിലൂടെ കാണാൻ പറ്റുമെന്ന്. കാരണം ഇപ്പോൾ യേശു ദൈവമാണെന്ന് പറയുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, അത് ബൈബിളാകുന്നു. എന്നാൽ എല്ലാ മതസ്ഥരും ഒരുപോലെ ബഹുമാനിക്കുന്ന, ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു ചരിത്ര പുരുഷൻ, അല്ലെങ്കിൽ ഒരു ദേവൻ, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്നൊക്കെ കണക്കാക്കുന്ന ഒരു വ്യക്തിത്വമാകുന്നു യേശു. എന്നാൽ യേശു ദൈവമാണെന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു? ഇതിലേക്ക് പറയുന്നിടത്ത് എൻ്റെ ഒരു ചെറിയൊരു അനുഭവം അത് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പല മതങ്ങളിൽ ഒരു റിസർച്ച് നടത്തി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ ചെറിയൊരു ചകഞ്ഞു നോട്ടം എനിക്കുണ്ടായിരുന്നത്. അതായത് അൾട്ടിമേറ്റ്ലി ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഇതെല്ലാം ഒരു ചെറിയൊരു ആഴമേറിയ പഠനമല്ല, ചെറിയൊരു ചികഞ്ഞു നോട്ടം മാത്രമായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവമുണ്ടെങ്കിൽ ചിലപ്പോൾ തടസ്സങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് എനിക്ക് ദൈവമുണ്ടെന്ന് അംഗീകരിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ ഞാൻ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നുമില്ല. എന്നാൽ നമ്മുടെ ബുദ്ധിക്കകത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തുകൊണ്ട് അവർ ഇങ്ങനെ പോകുന്നു, എന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്നു എന്നൊക്കെ നമുക്ക് ചിന്ത വരുമല്ലോ. അപ്പോൾ ഒരു കൂട്ടത്തിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റൻറ്റ് ഉത്തരങ്ങളുണ്ട്. ദൈവം പ്രാർത്ഥിക്കുന്നു, അടുത്ത സെക്കൻഡ് ഉത്തരങ്ങൾ തരുന്നു. വേറൊരു സ്ഥലത്ത് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ രൂപവും ഭാവവും പക്ഷേ ദേ ബ്ലൈൻഡ്ലി ബിലീവ് ഇൻ ഗാഡ്. സച്ച് എ ബ്യൂട്ടിഫുൾ ഫെയ്ത്ത്. അസാധാരണമായ വിശ്വാസമാകുന്നു, അത് ചെറുതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തകളൊക്കെ വന്നെങ്കിലും ഒരിക്കലും യേശു ദൈവമാണെന്നൊരു ചിന്തയിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ ജനിച്ചതും വളർന്നവരൊക്കെ ക്രിസ്ത്യാനി ആയിട്ടായിരുന്നെങ്കിലും അതിന് വേറെ ആരെയും കുറ്റം പറയാനില്ല. അതായത് ഇപ്പോൾ എൻ്റെ ഇടവകയിലെ അംഗങ്ങളെയോ അല്ലെങ്കിൽ എനിക്ക് വിശ്വാസം പറഞ്ഞു തന്ന കാറ്റീഷൻ ടീച്ചേഴ്സിനെയോ അവരെയൊന്നും കുറ്റം പറയാനില്ല. ഇത് ഒരു വ്യക്തിയുടെ ചോയ്സാണ്, വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സാണ്. അത് അവരുടെ കുറവ് കൊണ്ടല്ല. എനിക്കങ്ങനെ ദൈവമില്ലെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്ന ഒരിക്കലും ഞങ്ങളുടെ നാട്ടിലൊരു മാരത്തോൺ, ഞങ്ങളുടെ നാട്ടിൽ എല്ലാ വർഷവും ഡിസംബറൊക്കെ ആകുമ്പോൾ ഒരു മാരത്തോൺ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനൊരു മാരത്തോൺ ഓടുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഒരു ദിവസം ഉള്ളിനകത്ത് ദൈവമില്ലെന്നൊക്കെ തോന്നിയെങ്കിലും എൻ്റെ അകത്തൊരു ചെറിയ ചിന്ത, ഇനിയിപ്പോൾ നോക്കാം, ലെറ്റ് മീ ട്രൈ, പരീക്ഷിച്ച് നോക്കാം. കാരണം എവിടെയോ ആരോ പറയുന്നത് ഞാൻ കേട്ടു, നീ പരീക്ഷിച്ച് നോക്ക്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നീ അത് ടെസ്റ്റ് ചെയ്ത് നോക്ക്. നീ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ നീ വിശ്വസിക്കണ്ട. അപ്പോൾ എന്നോട് ആരോ സംസാരിച്ച കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഞാനിരിക്കുമ്പോൾ എൻ്റെ ഇടവക പള്ളിയുടെ ഫ്രണ്ടിലൂടെ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന വഴിക്ക് ഞാനിങ്ങനെ പള്ളിയിൽ നോക്കിയിട്ട് പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ എനിക്ക് ഇപ്രാവശ്യം ഒരു മാരത്തോൺ ഫസ്റ്റ് കിട്ടണം. അങ്ങനെ പ്രിയമുള്ളവരെ, മാരത്തോൺ ഫസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നല്ല പ്രഗത്ഭരായിട്ടുള്ള കായിക താരങ്ങളുണ്ട്. അവരുടെയൊക്കെ മുൻപിൽ ഓടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമല്ല, സാധ്യവുമല്ല. എന്നെ സംബന്ധിച്ചത് ഫസ്റ്റൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്ഥിരമായിട്ട് ഓടുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ ഒരു 7th, 8th, 4th ഒക്കെ നടത്തിയിട്ടുണ്ട്, കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ കഴിവിൽ കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പില്ല. കാരണം എൻ്റെ മുമ്പിൽ ഓടിയവരെല്ലാം വളരെ വളരെ കഴിവുള്ളവരായിരുന്നു. അങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ചുമ്മാ പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ എനിക്ക് പ്രാവശ്യം ഒരു ഫസ്റ്റ് തന്നേരെ. ചുമ്മാതെ പറഞ്ഞതാകുന്നേ. ഇതും കഴിഞ്ഞ് ഞാൻ എൻ്റെ പാട്ടിന് എൻ്റെ കാര്യങ്ങൾ നോക്കി പോവുകയും എൻ്റേതായിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ ഇടയിലൊക്കെ പോവുകയും ചെയ്തു. എന്നാൽ ആ ഒരു 3 മാസം ഞാൻ എൻ്റെ കുറച്ച് ദുശീലങ്ങൾ, പുകവലിക്കുന്ന കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. പുകവലിയും അതുപോലെ തന്നെ മദ്യപാനം വളരെ അധികമില്ലായിരുന്നു, എങ്കിലും പുകവലി അധികമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു 3 മാസം പുകവലി അങ്ങ് നിർത്തി. അപ്പോൾ ഞാൻ ഈ ദൈവത്തിനിടയിൽ ബ്രൈബ് കൊടുക്കുന്ന പോലെ, ഒരു കൈക്കൂലി കൊടുക്കുന്ന ഒരു വർത്തമാനവും പറഞ്ഞു, ഈ ഫസ്റ്റ് അടിക്കുകയാണെങ്കിൽ ഞാൻ സിഗരറ്റ് വലി നിർത്തിയാക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മാരത്തോണിന് വേണ്ടി പ്രാക്ടീസിങ് തുടങ്ങി. അപ്പോൾ ഈ പ്രാക്ടീസിങ് ഒക്കെ കഴിഞ്ഞു. മാരത്തോണിന് അത്ഭുതം എന്ന് പറയട്ടെ, ഫസ്റ്റ് കിട്ടി. ഞാനിങ്ങനെ അന്നേരം ഒന്നും നമ്മുടെ മൈൻഡിൽ ദൈവത്തെ പറ്റിയുള്ള ചിന്തയൊന്നും പോകുന്നില്ല. കാരണം ഈ പ്രാർത്ഥനയൊന്നും ഓർമ്മയിലേ ഇല്ല. ഈ ഫസ്റ്റ് കിട്ടി അന്നത്തെ ദിവസം തന്നെ ഞാൻ എന്ത് നിർത്തുമെന്ന് പറഞ്ഞു, ആ സിഗരറ്റ് വലി അന്ന് തന്നെ ആ അടുത്ത സെക്കൻഡ് ഞാൻ പോയി സിഗരറ്റ് വലിക്കുകയും ചെയ്തു. 3 മാസത്തെ വെപ്രാളം തീർക്കാൻ വേണ്ടി ഒരു പഫ് എടുക്കുക എന്നൊരു ചിന്തയിലേക്ക് ഞാനങ്ങ് മാറി. ഞാനിത് നിങ്ങളോട് പറയുന്ന നേരത്തെ പ്രിയമുള്ളവരെ, ഇത് ഞാൻ വിശ്വസിച്ചിട്ട് ചെയ്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഈ പ്രാർത്ഥനയൊക്കെ വിശ്വാസത്തിൽ ചെയ്തതാണ്, ഒരിക്കലല്ല, പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ഈ യാത്ര ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഇത് ഞാൻ യേശു ദൈവമാണെന്ന് വിശ്വസിക്കാനുള്ള പ്രധാന കാരണമാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ. അദ്ദേഹം എനിക്കൊന്ന് ഒരു ദൈവവിശ്വാസം ഇല്ലാതെ എന്നെ പോലെ തന്നെ നടന്ന ഒരു കൂട്ടുകാരൻ. പെട്ടെന്നൊരു ദിവസം ഇദ്ദേഹത്തിന് ഒരു വലിയ മാറ്റമുണ്ടായി. അത് ഞങ്ങളുടെ നാട് മൊത്തവും ഭയങ്കര ഫേമസായി. അപ്പോൾ ആളുകളെല്ലാം ചോദിച്ചു, ഇവൻ അഭിനയിക്കുന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാനും ഉൾപ്പെടെ പറഞ്ഞു, ഇവൻ അഭിനയിക്കുന്നതാണ്, ഇത് റിയലൊന്നുമല്ല എന്ന് ഞാനും പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ അവൻ അഭിനയിച്ചതല്ല, അവൻ്റെ മാറ്റം ഒറിജിനലായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നു. അതായത് എൻറ്റയർലി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിൽ നിൽക്കുന്നത് പോലെയും ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന വിഷയങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നിർത്തുന്നത് പോലെയും അത് എന്നെ ആശ്ചര്യപ്പെടുത്തി. അപ്പോൾ ഈ കൂട്ടുകാരൻ വരുന്ന വഴികളിലെല്ലാം ഇടയിലൊക്കെ കാണുമ്പോഴൊക്കെ പറയും, എടാ പ്രാർത്ഥനയുണ്ട്, ധ്യാനമുണ്ട്, വരണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഈ ചെകുത്താൻ കുരിശ് കാണുന്ന കണക്കായതുകൊണ്ട് ഞാൻ പറയും, ഞാൻ വരുന്നൊന്നുമില്ല, നീ നിൻ്റെ പാട് നോക്കി പോകാൻ പറഞ്ഞു വേറെ വഴികളിലൂടെയൊക്കെ ഓടുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഐ ഡോണ്ട് ഹാവ് ടൈം ടു സ്പെൻഡ് ഫോർ സ്പിരിച്വാലിറ്റി ഓർ ഐ ഡോണ്ട് ഹാവ് ടൈം ടു സ്പെൻഡ് ഫോർ ഗാഡ് എന്നതാണ് എൻ്റെ ഒരു അവസ്ഥ. അതായത് എൻ്റെ ചിന്ത, എനിക്ക് സമയവുമില്ല, താല്പര്യമില്ല, കാരണം ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ അമ്മയോട് പറഞ്ഞു, ആൻറ്റി ഇങ്ങനെ ഒരു ധ്യാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും, എൻ്റെ ഏകദേശം 21ാമത്തെ വയസ്സാകുന്നു, അത് ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലാത്ത അമ്മ അന്നും അതുപോലെ ഒന്നും പറഞ്ഞില്ല. നീ വേണമെങ്കിൽ പൊക്കോ, വേണമെങ്കിൽ പോകണ്ട. ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല എന്ന് ഞാനങ്ങ് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ധ്യാനത്തിൻ്റെ 2 ദിവസം മുമ്പ് വീണ്ടും അവൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ആൻറ്റി ഇങ്ങനെ ഒരു ധ്യാനമുണ്ട്,
അവനെ പറഞ്ഞു വിടണം. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വീണ്ടും വന്ന് അമ്മയോട് പറയുകയും അമ്മ പെട്ടെന്ന് എന്തോ ഒന്ന് തലയ്ക്കകത്ത് മാറിയതുപോലെ, ചിന്തയ്ക്കകത്ത് എന്തോ ഒന്ന് വന്ന് കയറിയതുപോലെ അമ്മ പറഞ്ഞു, എന്നാൽ ഇപ്രാവശ്യം ഇവൻ്റെ പേരോട് എഴുതിക്കും, ഇവനും വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഞാൻ പോകത്തുമില്ല, കാരണം എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന നേരത്തെ ഒരു ഡിസംബർ മാസമാകുന്നു പ്രിയമുള്ളവരെ. ഒരു ഡിസംബർ മാസം 26-ാം തീയതി, നിങ്ങൾക്കറിയാമല്ലോ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ തീരദേശങ്ങൾ മാത്രമല്ല കേരളം ഒട്ടാകെ നമ്മൾ ആഘോഷിക്കുന്ന ദിവസങ്ങളാണ്. വളരെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ലഹരികളെല്ലാം ഉപയോഗിക്കുക, സിഗരറ്റ് വലിക്കുക, കള്ളു കുടിക്കുക, പിന്നെ കറങ്ങി നടക്കുക, അതെല്ലാം ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ 26 കഴിഞ്ഞു, 28-ാം തീയതിയാണ് ധ്യാനം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 26-ാം തീയതി ഇതെല്ലാം ഇങ്ങനെ ആഘോഷിച്ച് 27-ാം തീയതി പകൽ വീട്ടിൽ വന്ന് കയറുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്ത, ഇത്രയും കാലമായിട്ട് അമ്മയ്ക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതെൻ്റെ അനുഭവമാണ് പ്രിയമുള്ളവരെ, ഇത് ചുമ്മാതെ ഞാൻ പറയാൻ വേണ്ടി പറയുന്നില്ല, ലിറ്ററലി ഇങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത്. അമ്മയ്ക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ജീവിതത്തിൽ ആകപ്പാടെ. കാരണം ഞാൻ ജോലിക്ക് പോകേണ്ട സമയത്തോലും ഞാൻ ജോലിക്കല്ല പോകുന്നത്, ആ സമയത്ത് എല്ലാം ഉഴപ്പി ഇങ്ങനെ ജീവിതം ഉഴപ്പി നടക്കുക. അപ്പോൾ എന്തായാലും അമ്മ ആവശ്യപ്പെട്ട ഒരു കാര്യമെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി അമ്മ, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞു. അപ്പം മനസ്സോടെ താല്പര്യമില്ലാതെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും. എനിക്കിന്നും ഓർമ്മയുണ്ട് ആ വാക്കുകൾ ഞാൻ പറഞ്ഞത്. ഞാൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും, വലിയ സംഭവമൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു നീ പൊക്കോ, എന്തായാലും ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടുള്ള ധ്യാനം ആദ്യമായിട്ടൊക്കെയാണല്ലോ കൂടെ, നീ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടുകാരായിരുന്നു. അവർ പറഞ്ഞു പോകാൻ പറഞ്ഞു. അവരുടെയും ആ ഒരു സ്നേഹത്തോടെയും അനുവാദത്തോടെയൊക്കെ ഞാൻ പോയി. അനുവാദം എന്ന് ഉദ്ദേശിക്കുന്നത് തെറ്റായിട്ടല്ല, ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ നമുക്ക് ഈ കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞ വീട്ടുകാരെക്കാളും വലുതാണ്. ഇപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് പോകത്തില്ല, അങ്ങനത്തെ തീരുമാനം എടുക്കുന്ന ഒരവസ്ഥയാണ്. അത്രയും വളരെ വിലപ്പെട്ടവരായിരുന്നു എനിക്ക് കൂട്ടുകാർ. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ സ്കൂളിൽ പോകുന്ന വഴിക്ക് കൂട്ടത്തിൽ ഒരാൾ പറയും ഇന്ന് ക്ലാസ്സിൽ പോകണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിൽ ഇനി ആരൊക്കെ ക്ലാസ്സിൽ പോയാലും ഞാൻ പോകത്തില്ല, കാരണം ഈ കൂട്ടുകാരൻ്റെ കൂടെ ഞാൻ കട്ട് ചെയ്തിരിക്കും. അപ്പോൾ അതുപോലെ കൂട്ടുകാർക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു സമയം. അപ്പോൾ ഈ കൂട്ടുകാരുടെ അനുവാദം എന്ന് പറഞ്ഞാൽ എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു നീ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയി. അപ്പോൾ 27-ാമത്തെ ദിവസം 27-ാം തീയതി ധ്യാനത്തിന് പോകുന്നു, 28-ന് തുടങ്ങുന്നു. 28, 29, 30 ഈ 3 ദിവസത്തെ ധ്യാനം. അപ്പോൾ 28-ാം തീയതി അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഏതൊരു അന്യഗ്രഹത്തിലിരിക്കുന്ന പ്രതീതിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാധിക്കുന്നു, പാടുന്നു, അവർ തുള്ളിച്ചാടുന്നു, പല കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അപ്പോൾ അവരുടെ ഈ ആരാധന എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി ദൈവത്തെ അറിയുകയും ദൈവത്തോട് നടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ ഈ ആരാധനയ്ക്കകത്ത് അവർക്ക് ഭയങ്കര സന്തോഷവും അവർ ഭയങ്കര എൻജോയബിളായിട്ട് ചെയ്യുന്ന ഒരു വിഷയം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു ഏലിയനേറ്റഡ് ആയിട്ടുള്ളൊരു അനുഭവം. ഞാൻ എവിടെ നിന്നോ വേറൊരു സ്ഥലത്ത്, ഞാൻ വരേണ്ട സ്ഥലമല്ലായിരുന്നു എന്നൊരു തോന്നൽ. എന്നാൽ 2-ാമത്തെ ദിവസമായപ്പോൾ ബഹുമാനപ്പെട്ട ബിനോയ് കാരക്കാട് അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിനാണ് ഞാൻ സംബന്ധിച്ചത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞൊരു വലിയൊരു വാചകം എൻ്റെ ഹൃദയത്തിനകത്തോട്ട് കയറി. നമുക്കറിയാം ചില വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ തുളച്ച് കയറാറുണ്ട്. അദ്ദേഹം പറഞ്ഞു നീ ഇനി എത്ര പാപം ചെയ്തിരുന്നാലും ഈ യേശുവിൻ്റെ സ്വഭാവത്തിൽ മാറ്റില്ല, ഈ യേശു നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പതിവിൽ വിപരീതമായൊരു ദൈവത്തെ പറ്റിയുള്ള ഒരു ആലോചന എൻ്റെ ഉള്ളത്തിനകത്തേക്ക് വന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണേ, നമ്മളെല്ലാം കേട്ടിരിക്കും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്ന, നമ്മളെല്ലാം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തകർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിന് തക്ക ശിക്ഷ നരകം തരുമെന്ന് പറയുന്ന ഒരു ദൈവത്തെ പറ്റി കേട്ടിരുന്നപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിന്നെ സ്നേഹിക്കുകയും നിനക്ക് വേണ്ടി മറുവിലയായി തൻ്റെ ജീവനെ തരികയും ചെയ്തവനാണ് യേശുവെന്നും അന്ന് ജീവനെ തന്ന യേശു ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ജീവൻ എടുക്കില്ല എന്നൊരു ശബ്ദവും ഞാൻ കേട്ടു. ഞാനിത് ബിനോയ് ബ്രദറിൻ്റെ വായിൽ നിന്ന് കേട്ടതും എൻ്റെ ദൈവസങ്കല്പം എല്ലാം അങ്ങ് പൊളിഞ്ഞു. ഞാൻ ഇത്രയും നാൾ ദൈവം ക്രൂവലാണ്, ദൈവം ഭയങ്കര എന്തു പറയാം കുഞ്ഞു പിള്ളേരെ പോലും നോക്കാതെ കൊല്ലുന്നവനാണ് എന്നൊക്കെയുള്ള തെറ്റായ ധാരണകൾ മാറി. കാരണം ഇവിടെ ദൈവം തന്നെയും എനിക്ക് വേണ്ടി ശരീരം എടുത്തു എന്നും എനിക്ക് വേണ്ടി മരിച്ചു എന്നും ആ ഒരു ബോധ്യം, ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നിന്ന് എൻ്റെ അകത്തോട്ട് കയറി. അപ്പം മുതൽ ഞാൻ ആ ശുശ്രൂഷ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം മുതൽ അദ്ദേഹം പറയുന്ന കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ കാര്യത്തിനകത്തെല്ലാം ഒരിക്കലും അദ്ദേഹം ഒരു മതം മാറ്റുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ നീ നന്നായി ജീവിക്കണം എന്നതിനെ പറ്റിയോ അതൊന്നും പ്രതിപാദിച്ചില്ല. അദ്ദേഹം ആകെപ്പാടെ പറഞ്ഞത് യേശുവിനെ പറ്റി മാത്രമായിരുന്നു. അപ്പോൾ ഈ യേശുവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം എൻ്റെ ഉള്ളത്തിനകത്ത് വരുന്നു. ഞാൻ ജീവിതത്തിനകത്ത് മദ്യപിച്ചപ്പോഴോ സിഗരറ്റ് വലിച്ചപ്പോഴോ ഞാൻ കാണിക്കേണ്ടതായിട്ടുള്ളതെല്ലാം കാണിച്ചപ്പോഴോ എനിക്ക് കിട്ടാത്തൊരു സന്തോഷം ഈ യേശുവിനെ പറ്റി അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളത്തിനകത്ത് അത് വരാൻ തുടങ്ങി. അതായത് ഇൻഎക്സ്പ്രസിബിൾ ജോയ് എന്ന് പറയുന്നത് പോലെ ഒരു മനുഷ്യനാലും തരാൻ കഴിയാത്തൊരു സന്തോഷം. ഞാൻ ഇത് പറയുന്ന നേരത്ത് ഞാൻ പറഞ്ഞാൽ ഇത് വ്യക്തിപരമായ ഒരു അനുഭവമാകുന്നു. ചിലപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇൻഎക്സ്പ്രസിബിൾ ജോയ്, അതായത് എന്ത് ചെയ്താലും ഈ സന്തോഷം കിട്ടത്തില്ല. ഞാൻ ആ കാലഘട്ടത്തിൽ ആഗ്രഹിച്ച ഏറ്റവും വലിയ സമ്മാനം എനിക്ക് കിട്ടിയാൽ പോലും ഇത്രയും സന്തോഷം വരത്തില്ല. എൻ്റെ ഉള്ളം മുഴുവനും നിറഞ്ഞ് ഞാൻ സന്തോഷിക്കുന്നൊരവസ്ഥ, ഞാൻ അങ്ങനെ സന്തോഷിക്കുന്നൊരവസ്ഥ.
അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ദൈവമൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സന്തോഷം വരേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം സന്തോഷിക്കാൻ ഒരു കാരണം വേണം. ഇത് കാരണം കൂടാതെയുള്ള സന്തോഷം. എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താണ് പറയുന്നത്, എന്താണ് ഇതിനകത്ത് നടക്കുന്നത്. അങ്ങനെ ഒരു ആരാധനയുടെ സമയത്ത് ഞാനും ഒരു ആഗ്രഹത്തോടെ ദൈവത്തോട് വെച്ചു, ദൈവമേ അങ്ങുണ്ടെങ്കിൽ. എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടും എനിക്കൊരു വിശ്വാസമായിട്ടില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ നിലവാരം എന്താണെന്ന്. ഇത്രയൊക്കെ കിട്ടിയിട്ടും ഇത്ര അനുഭവങ്ങൾ കിട്ടിയിട്ടും എനിക്ക് വിശ്വാസമായില്ല. ഞാൻ ദൈവത്തോട് വെച്ചു, അങ്ങുണ്ടെങ്കിൽ എന്നോടൊന്ന് ഇടപെടണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ. പെട്ടെന്ന് ഞാനൊരു ഹൃദയത്തിനകത്ത് ശബ്ദം കേട്ടു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കളിയാക്കും, ദൈവം ചെവിക്കാത്തെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഇനി ആരുടെയെങ്കിലും റെക്കോർഡിലൂടെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു തോന്നൽ പോലെ ഒരു സംസാരം ഞാൻ കേൾക്കുക. ആ സംസാരം വേറെ ഒന്നുമല്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ തിരിച്ച് ഈ ശബ്ദത്തോട് തിരിച്ച് സംസാരിക്കാം, നീ എന്തിനാ എന്നെ ഇത്ര ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ട് നീ എനിക്ക് ശിക്ഷ തരുന്നില്ല? ഞാൻ ചെയ്ത തെറ്റൊക്കെ എനിക്ക് ബോധ്യമായി, എന്തുകൊണ്ട് നീ എനിക്ക് ശിക്ഷ തരുന്നില്ല? എന്തിനാ നീ എന്നെ ഇത്ര ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ തിരിച്ച് ഞാൻ സംസാരിക്കാം. അപ്പോൾ അവിടെ നിന്ന് വന്നൊരു ഉത്തരം ഇത്രയേ ഉള്ളായിരുന്നു, ഞാൻ എന്നെ ഇത്രയും സ്നേഹിക്കുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ, നീ എൻ്റെ മകനാകുന്നു. ഈ ഒരു വാക്കിൽ ഞാൻ സറണ്ടർ ചെയ്തു. അന്ന് വരെ ഈ 15-ാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങുന്ന എൻ്റെ ഈ സിഗരറ്റ് വലിയും മദ്യപാനവും ഒക്കെ എന്തെന്നില്ലാത്ത ഈ ദൈവസ്നേഹത്തിനകത്ത് അതിങ്ങനെ ഈ അലയ്ക്ക് കീഴിലാകുന്നത് പോലെ, തിരമാലയുടെ അടിയിൽപ്പെടുന്നത് പോലെ അതങ്ങ് പെട്ട് അന്നത്തെ ദിവസത്തോട് അതങ്ങ് നിർത്താനായിട്ട് ഇടയായി. ഞാൻ ഇത് നിങ്ങളോട് ഇത് പറയുന്ന നേരത്ത് വലിയ കാര്യമൊന്നുമല്ല അത്. കാരണം പലരും സ്വന്തം കഴിവിലും മോട്ടിവേഷനിലും ഒക്കെ നിർത്താറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ നിർത്തുന്ന ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് അത്രയ്ക്കുള്ള കഴിവുള്ളൊരു വ്യക്തിയൊന്നുമല്ല. അത് ദൈവത്തിൻ്റെ കൃപയാലല്ലാതെ സാധ്യമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനൊരു 3 മാസം സിഗരറ്റ് വലിക്കാതിരുന്നു, മാരത്തോൺ ജയിച്ചു. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം തന്നെ ഞാൻ എന്താണോ ദൈവത്തോട് പറഞ്ഞത്, ഞാൻ ഇനി വലിക്കില്ലെന്ന് ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അതേ വാക്കിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ദിവസം തന്നെ ഞാൻ വലിച്ച വ്യക്തിയാണ്, സിഗരറ്റ് ഉപയോഗിച്ച വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ വിൽ പവറൊക്കെ അത്രയേ ഉള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൽ നിന്ന് എന്നെ വിടുവിക്കുക എന്ന് പറഞ്ഞാൽ, അതിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവ് നടക്കുന്നതല്ല, അത് ദൈവത്തിൻ്റെ കൃപയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഞാൻ പറയുമ്പോൾ തന്നെ. അപ്പോൾ അന്നത്തെ ദിവസം എനിക്കൊരു ബോധ്യം വന്നു, എൻ്റെ ഉള്ളത്തിനകത്ത് ഈ ഇൻഎക്സ്പ്രസിബിൾ ജോയ്, അതോടൊപ്പം തന്നെ ഒരു സമാധാനം, ആർക്കും തരാൻ കഴിയാത്തൊരു സമാധാനം. അതായത് ഭൂമി ഇന്ന് ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും എനിക്ക് പേടിയില്ലാതെയായി. എൻ്റെ അകത്ത് ഭയങ്കര ഒരു സമാധാനം, ഹൃദയത്തിനകത്തൊരു വലിയ സ്വസ്ഥത. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടായി. ഈ ഒരു അനുഭവം കൊണ്ട് മാത്രം ഇതാണ് യഥാർത്ഥമെന്ന് എങ്ങനെ പറയാൻ പറ്റും ചിലപ്പോൾ ചോദ്യം നിങ്ങൾക്ക് വന്നേക്കാം. തിരുവചനത്തിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ചെറിയൊരു കാര്യം, അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ മനസ്സിലാക്കും. വളരെ സ്പഷ്ടമായൊരു വചനമാണ്. ഞാൻ നോക്കിയപ്പോൾ എല്ലാ ദൈവസങ്കല്പങ്ങളും അവർ കൊടുക്കുന്ന ഫ്രൂട്ട് ഭയങ്കര ഡിഫറെൻ്റാണ്. എന്നാൽ യേശു തരുന്ന ഫ്രൂട്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ദൈവങ്ങളും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കുമെന്നതാണ്. എന്നാൽ ഞാൻ യേശുവിൽ തെറ്റ് ചെയ്യുന്ന എന്നെ, എൻ്റെ ബലഹീനത കൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ആ തെറ്റിനെ തിരുത്തിക്കുന്ന സ്നേഹവും ശക്തിയും തരുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ കർത്താവിനെ കണ്ടു. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു ദൈവം എന്നൊരു ഓപ്ഷനിലേക്ക് ഞാൻ പോകാനായിട്ട് തയ്യാറായില്ല. എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് റിയൽ എന്ന്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു വചനം കാണാൻ സാധിക്കും. കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 3-ാമത്തെ വാക്യം, ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് എൻ്റെ ഉള്ളത്തിനകത്തേക്ക് വിനോയ് ബ്രദറിന് പറഞ്ഞു തരാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഇൻഫോർമേഷൻ തരാൻ പറ്റും, വേണമെങ്കിൽ ഒരു അറിവ് തരാൻ പറ്റും. പക്ഷേ യേശുവിനെ എൻ്റെ ഉള്ളത്തിനകത്ത് കർത്താവാക്കണമെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരൊറ്റ വ്യക്തിത്വമുള്ളത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് യേശുവിനെ കർത്താവായി നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ഒരൊറ്റ വ്യക്തിയുള്ളൂ, പരിശുദ്ധാത്മാവാകുന്നു. ഞാനിത് പറയുന്ന നേരത്തെ യേശു എന്തുകൊണ്ടാണ് ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കാരണം ഞാനായിട്ട് ചൂസ് ചെയ്തിട്ട് വിശ്വസിക്കുന്നതല്ല, ഇതെനിക്ക് തെളിവുകൾ പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുസ്തകത്തിനകത്ത് നിങ്ങൾ യേശു ദൈവമാണോ കർത്താവാണോ നോക്കി നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമെങ്കിൽ, നിങ്ങളൊരു സത്യം അന്വേഷിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സത്യത്തെ വെളിപ്പെടുത്തരും. കാരണം അവൻ വന്നു കഴിയുമ്പോൾ സകല സത്യങ്ങളിലേക്ക് നിങ്ങളെ വഴി നടത്തുമെന്ന് തിരുവചനം പറയുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇത് ഇത്രയും പറയട്ടെ. ഇത് പറയുന്ന നേരത്ത് ചിലപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ചിരിക്കാനുള്ളതുണ്ടാകാം, ട്രോൾ ചെയ്യാനായിട്ടുള്ളതുണ്ടാകാം, അത് വിഷയമല്ല. പക്ഷേ ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് ഒരു സത്യം അറിയണം എന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെപ്പോലെ ആയിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ, നിങ്ങളുടെ കുറവുകളൊക്കെ അറിഞ്ഞു,
നിങ്ങളുടെ കുറവുകളെ അംഗീകരിച്ച് കുറവുള്ള നിന്നെ സ്നേഹിച്ചുകൊണ്ട് ദൈവം വന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു, ആരോഗ്യമുള്ളവർക്കല്ല വൈദ്യനെ കൊണ്ട് ആവശ്യം, രോഗികൾക്കാവുന്നു. അതുകൊണ്ട് ബലഹീനനാകുന്നു ബലമുള്ളവനെ കൊണ്ട് ആവശ്യം. നിങ്ങളുടെ ബലഹീനതകൾ അറിഞ്ഞ് യേശു നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അടുത്തൊരു ചിന്ത, യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടങ്ങൾ കളയേണ്ടി വരുമോ? വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ നിൻ്റെ ഇഷ്ടം യേശുവിൻ്റെ ഇഷ്ടമായി തീരും. കാരണം തിരുവചനം വ്യക്തം, നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ളവനാവും ദൈവം എന്നാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം അറിയണമെങ്കിൽ അതിനർത്ഥം ദൈവം നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നെന്നല്ലേ, നമ്മുടെ ആഗ്രഹങ്ങൾക്കും വിലയുണ്ടെന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഭയവും നിങ്ങൾക്ക് വേണ്ട. ചിലരൊക്കെ പറയുന്ന കണക്ക് യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടക്കാൻ പാടും. അത് പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തിക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ വഴി നടത്തേണ്ടത്. നിങ്ങൾക്ക് ചിലപ്പോൾ കുറവുകളുണ്ടായേക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ വിഷയങ്ങളുണ്ടായേക്കാം. അതിനെല്ലാം നിങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോലും അറിയാം നിങ്ങൾ അതിനകത്ത് ട്രാൻസ്ഫോർം ആകാൻ തുടങ്ങും. അപ്പോൾ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാനിത് ഇത്രയും പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ എൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഇതൊരു ചെറിയൊരു അനുഭവ സാക്ഷ്യമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ഞാൻ കണ്ട യേശുവിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയുന്നു. പലരും പറഞ്ഞ യേശുവിനെ പറ്റിയല്ല, പലരും പ്രസംഗിച്ച യേശുവിനെ പറ്റിയല്ല. അങ്ങനെ ഒരു യേശുവിനെ കാണാനും ഞാൻ തയ്യാറുമല്ല. കാരണം ഞാൻ അനുഭവിച്ച എൻ്റെ യേശു സ്നേഹമാകുന്നു. അതിനു മുകളിൽ തീർച്ചയായിട്ടും എന്നെ നന്നായി അറിയുന്നവനാകുന്നു. ആ യേശുവിനൊരു പ്രത്യേകത ഉണ്ട്. ആ യേശു കുറ്റപ്പെടുത്തുന്നവനല്ല, ആ യേശു കണക്ക് തീർക്കുന്നവനല്ല, ആ യേശു നിൻ്റെ കുറവ് നോക്കി നിന്നെ വിലയിടുന്നവനല്ല. ആ യേശു നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നവനാകുന്നു. അന്ന് ജീവൻ തന്നെങ്കിൽ ഇന്ന് എന്തൊക്കെ തരുമെന്ന് പ്രഡിക്ഷൻ പോലുമില്ല, സകലതും തരാൻ ശേഷിയുള്ളവനാകുന്നു. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് യേശുവിനൊന്ന് അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശു എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ, എൻ്റെ ജീവിതത്തെ ഒന്ന് തൊടണമേ. അങ്ങാണ് യഥാർത്ഥ ദൈവമെന്ന് എനിക്ക് സാക്ഷ്യം നൽകണമേ. അങ്ങ് പറയാതെ കർത്താവേ ഞാൻ ഇതിൽ വിശ്വസിക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, അങ്ങ് എനിക്ക് തെളിവുകൾ തരണമേ. പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നെ ഒന്ന് തൊടണമേ. ഈ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സന്തോഷമില്ലാതെ നിരാശയിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ കുറ്റബോധത്തെയും സങ്കടത്തെയും നിരാശയെയും എല്ലാം അങ്ങ് കർത്താവിനങ്ങ് വിട്ടുകൊടുക്കുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.